ഹായ് ഫ്രണ്ട്സ്, പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിയിൽ നമ്മൾ ഒത്തിരി പേരുടെ പേരുകൾ പഠിക്കാനുണ്ട്. എക്സാം ടൈമിൽ പലപ്പോഴും ഇവരുടെ പേര് ഏതൊക്കെ തിയറീസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പലപ്പോഴും പ്രയാസമുണ്ടാവാറുണ്ട്. ഞാൻ എക്സാമിന് പലപ്പോഴും യൂസ് ചെയ്തിരുന്ന ഒരു ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തത് സൈക്കോ അനലറ്റിക് തിയറിയാണ്, മനോവിശ്ലേഷണ സിദ്ധാന്തം. ഇതിൽ നമുക്ക് ആരുടെയൊക്കെ പേര് പഠിക്കണം? പലപ്പോഴും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡുകൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പേരുകൾ നമുക്ക് ആ ടൈമിൽ ഓർമ്മിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. കണക്ട് ചെയ്ത് പഠിക്കാൻ കോഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കോഡും ആയിരിക്കണം. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും വേണം. ഇതിൽ നമുക്ക് ആദ്യത്തെ പേര് സിഗ്മണ്ട് ഫ്രോയിഡാണ്. രണ്ടാമത്തത് കാൾ യുങ്. ആൽഫ്രഡ് അഡ്ലർ. സൈക്കോയും ഫ്രോഡുമായ അഡ്മിൻ കോൾ ചെയ്തു. ഇതിൽ സൈക്കോ എന്നത് സൈക്കോ അനലറ്റിക് തിയറിയായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഫ്രോയിഡ്, അഡ്മിൻ, അഡ്ലർ. കോൾ എന്നത് കാൾ യുങ്ങിനെയും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെറിയ കോഡുകൾ നമുക്ക് ഉണ്ടാക്കിയാൽ എക്സാം ടൈമിൽ അത് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണലിസമാണ്. ധർമ്മവാദത്തിൽ ആരുടെയൊക്കെ പേരുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. ഫസ്റ്റ് വില്യം ജെയിംസ്, ജോൺ ഡൂയി. ഇത് നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം? അതിന് നമുക്കൊരു ചെറിയ കോഡ് ഉണ്ടാക്കാം. ഡ്യൂട്ടിയിലുള്ള വലിയ ആളുകൾ ഫംഗ്ഷൻ തകർത്തു. ഇതിൽ ഡ്യൂട്ടി എന്നത് ജോൺ ഡൂയി, വലിയ ആളുകൾ എന്നത് വില്യം ജെയിംസിലെ വില്യമിനെയും, ഫംഗ്ഷൻ എന്നത് ഫങ്ഷണലിസത്തെയും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഓർമ്മ വരും. ആരാണെന്ന് ഒത്തിരി നേരം ഓർമ്മിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരില്ല. ഓക്കെ. അടുത്തതായിട്ട് ബിഹേവിയറിസം, വ്യവഹാരവാദം. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ എല്ലാം പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. നമ്മളിത് പഠിച്ചു വെക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. കാരണം ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറേ ഇല്ല. എപ്പോഴും ഏതെങ്കിലും തരത്തിൽ നമുക്കിത് കണക്ട് ചെയ്ത് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു പേര് ജോൺ ബി വാട്സൺ. നമ്മൾ പലപ്പോഴും നോട്ട്സ് തയ്യാറാക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ വലിയ നോട്ട്സാക്കി തയ്യാറാക്കി വെക്കും. എക്സാം ടൈമിൽ ഇതെല്ലാം കൂടെ എടുത്ത് വായിച്ച് നോക്കാൻ നമുക്ക് പറ്റാറില്ല. ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കാൻ തന്നെ വലിയ പാടാണ്. ആ സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുക ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെറിയ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പേരാണ് പാവ്ലോവ്. അടുത്തത്
തോണ്ടേക്ക്. ബിഹേവിയർ ശരിയല്ലാത്ത പാവം വാട്സൻ്റെ തൊണ്ടയും സ്കിന്നും അടിച്ചുപോയി. ഇതിൽ ബിഹേവിയറിസത്തെയും പാവം പാവ്ലോവിനെയും ജോൺ ബി വാട്സൺ തൊണ്ടേക്കിനെയും സ്കിൻ എന്നത് സ്കിന്നറിനെയും നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ഈ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് സ്ട്രക്ചറലിസം, ഘടനാവാദത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരുടെയെല്ലാം പേരാണ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടത് നോക്കാം. അതിൽ ആദ്യത്തെ പേരാണ് വില്യം വൂണ്ട്. വില്യം വൂണ്ട് കഴിഞ്ഞാൽ പിന്നെ എഡ്വേർഡ് ബി ടീച്ച്നറാണ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ നമ്മൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അതിനുള്ളൊരു കോഡ് വുഡിൻ്റെ സ്ട്രക്ചറിൽ കയറി ടീച്ചർ വന്നു. വുഡ് വില്യം വുഡിനെയും സ്ട്രക്ചറലിസത്തെയും ടീച്ചർ എന്നത് എഡ്വേർഡ് ടീച്ച്നറിനെയും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി കോഗ്നിറ്റീവിസം, ജ്ഞാതൃവാദം. അതിൽ നമുക്ക് ആരുടെയൊക്കെ പേര് പഠിക്കണം എന്ന് നോക്കാം. വൈഗോട്സ്കി, നോം ചോംസ്കി, ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ. ഇനി ഇതിൻ്റെ കോഡ് നോക്കാം. കോലോത്ത് പിശാചിൻ്റെ രൂപത്തിൽ വന്നവൻ ചോറും വിസ്കിയും കഴിച്ചിട്ട് ബ്രൂ കോഫിയും ചോദിച്ചു. ഈ കോലോത്ത് എന്നത് കോഗ്നിറ്റീവിസത്തെയും പിശാച് എന്നത് ജീൻ പിയാഷെയും ചോറ് എന്നത് ചോംസ്കിനെയും വിസ്കി വൈഗോട്സ്കിയെയും ബ്രൂ കോഫി എന്നത് ബ്രൂണറിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർമ്മിച്ച് നോക്കുക. കോലോത്ത് പിശാചിൻ്റെ രൂപത്തിൽ വന്നവൻ ചോറും വിസ്കിയും കഴിച്ചിട്ട് ബ്രൂ കോഫിയും ചോദിച്ചു. ഇതിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ മാറ്റാം. ഈ ചോറും ബ്രൂ കോഫിയും കഴിച്ചിട്ട് വിസ്കി ചോദിച്ചു എന്നാക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ പഠിക്കാൻ എളുപ്പമുള്ളതുപോലെ മാറ്റാം. അടുത്തതായിട്ടുള്ളതാണ് ഹ്യൂമനിസം, മാനവികതാവാദം. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, മാം കാതൽ റോജ പാട്ട് സ്ലോ ആയി പാടി. ഈ മാം എന്നതോ അല്ലെങ്കിൽ മാൻ എന്നോ വേണമെങ്കിൽ ചേർക്കാം. മാൻ കാതൽ റോജ പാട്ട് സ്ലോ ആയി പാടി എന്ന് പറയാം. അല്ലെങ്കിൽ മാം എന്നതും ഓർമ്മിക്കാം.
അതിൽ ഹ്യൂമനിലെ മാനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കാതൽ റോജ എന്നത് കാൾ റോജേഴ്സിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. റോജ, കാതൽ, എന്ന അക്ഷരത്തെ ആദ്യം കാതൽ റോജ, അത് കാൾ റോജേഴ്സ് ആണെന്ന് ഓർക്കുക. പാട്ട് സ്ലോ എബ്രഹാം സ്ലോ അതിലുള്ള സ്ലോവിനെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലോ ആയി പാടി. അപ്പം മാം കാതൽ റോജ പാട്ട് സ്ലോ ആയി പാടി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗസ്റ്റാട്ടിസം. അതിൽ ഫസ്റ്റ് നെയിം മാക്സ് വെർത്തീമർ, രണ്ടാമത്തത് കട്ട് കോഹ്ലാർ. ഈ 3 പേരുടെ പേരുകളാണ് നമുക്ക് ഓർമ്മയിൽ വയ്ക്കേണ്ടത്. മാക്സ് വെർത്തീമർ, കട്ട് കോഹ്ലാർ. ഇനി ഇത് ഓർമ്മിച്ച് വെക്കാനുള്ളൊരു ചെറിയൊരു കോഡ് കൂടെ വേണം. മാക്സി ഇട്ടു വന്ന ഗസ്റ്റ് കട്ട്ലറ്റും കോളയും കുടിച്ചു. മാക്സി എന്നതിനെ നമുക്ക് മാക്സ് വെർത്തീമറുമായിട്ട് കണക്ട് ചെയ്യാം. ഗസ്റ്റ് എന്നത് ഗസ്റ്റാട്ടിസവുമായിട്ട്, കട്ട്ലറ്റുമായിട്ടും കോഹ്ലറിനെ കോളയുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലായെന്ന് കരുതുന്നു. മാക്സി ഇട്ടു വന്ന ഗസ്റ്റ് കട്ട്ലറ്റും കോളയും കുടിച്ചു. ഓക്കെ. കോഡുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.